അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഇന്ന് കോട്ടൂർ ആന വളർത്തൽ കേന്ദ്രം നമ്മൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. പിന്നെ നമുക്ക് ഒരു പൊന്മുടി യാത്രയും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ ലുക്കെല്ലാം കണ്ടിട്ട് നിങ്ങൾ ആരും ലഡാക്കിലൊന്നും അല്ല പോകുന്നത്, നീ ഇവിടെ തൊട്ടപ്പുറത്ത്. പിന്നെ അത്യാവശ്യം മഴയൊക്കെ വരാൻ ചാൻസ് ഉള്ള റെയിൻകോട്ടും കാര്യങ്ങളും മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ലുക്കൊന്നും കണ്ടിട്ട് ആരും നമ്മൾ വേറെ എങ്ങും പോകുന്നതെന്ന് കരുതണം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. വണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളവും കാര്യങ്ങളൊക്കെ ഈ ബാഗിനകത്ത് ഈ സാധനങ്ങൾ ബാഗിനകത്ത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പ് തന്നെയായിരുന്നു. ഈ കോട്ടൂരിലേക്ക് പോകേണ്ടി വരുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മമ്മിയും കുറച്ച് ഫാമിലി മെമ്പേഴ്സിട്ട് അവർ ഓൾറെഡി ടൂറിസ്റ്റ് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചുമ്മാ അവരുടെ പുറകെ പോകണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞങ്ങൾ കൂടെ പോകാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ കോട്ടൂരിലാണ് പോകുന്നത്. ട്രിവാൻഡ്രം ജില്ലയിൽ കോട്ടൂർ എന്ന സ്ഥലത്ത്. ആക്ച്വലി നമ്മുടെ ഈ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് കോട്ടൂരല്ല, അവിടെ നിന്ന് കാപ്പുകാട് എന്ന സ്ഥലത്താണ് അതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത്. നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ കറക്റ്റ് ലൊക്കേഷനിൽ നിങ്ങൾക്ക് കിട്ടും. അത്യാവശ്യം മോശമില്ലാത്ത റോഡ് തന്നെയാണ്. നിങ്ങൾക്ക് കാറിലായാലും ടു വീലറായാലും ബസ്സിലായാലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ കുറച്ച് ഷേക്കാന്ന് വെച്ചാൽ അത് കോൺക്രീറ്റ് റോഡായതുകൊണ്ടാണ് നമ്മൾ ക്യാമറയിൽ ഇത്രയും വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത്. അതർവൈസ് നല്ല റോഡ് തന്നെയാണ്, നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ മെയിൻ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നല്ല വിശാലമായ പാർക്കിംഗ് സ്പേസുകൾ നമ്മളവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം ടു വീലറിനായാലും ബസ്സിനായാലും നമുക്ക് വിശാലമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് പാർക്കിംഗ് ഫീസും കാര്യങ്ങളൊക്കെ ബാക്കി പറയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബൈക്കൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ചുമ്മാ സറൗണ്ടിങ്സൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കുന്നത് കണ്ടോ. നല്ല അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് നല്ലൊരു വൈകുന്നേര സമയത്തൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ടിരിക്കും. ഇച്ചിരി ചൂടാണ്. ഞങ്ങൾ പോയപ്പോൾ ആക്ച്വലി ഇത്തിരി ചൂടുണ്ടായിരുന്നു, ജനുവരി സമയമാണെങ്കിലും. പക്ഷേ കുറച്ച് ചൂടുണ്ടായിരുന്ന സമയത്താണ് നമ്മൾ പോയത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഇതിന് കാണാം. നല്ല ഗ്രീനറി ഒരു സ്പേസ് തന്നെയാണ്. നിങ്ങൾക്കൊരു വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ ഒരു സ്പേസ് തന്നെയാണ് നിങ്ങൾക്ക് പറ്റുന്നത്. പിന്നെ ഓൾറെഡി ബസ് സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് കാട്ടാക്കടയിൽ നിന്നായാലും ട്രിവാൻഡ്രത്ത് നിന്നായാലും നിങ്ങൾക്ക് ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത് എൻട്രൻസ് പ്ലാസയിലാണ്. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് ഓഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഓൺലൈൻ ടിക്കറ്റ് സൗകര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ജിപേയിലും ക്യാഷ് കൊടുത്തും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണും പറയാം, ഫോറിനേഴ്സ് അടക്കം ഒത്തിരി പേര് നമ്മുടെ ഈ കോട്ടൂരിൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ കാണാൻ വരുന്നുണ്ട്. ഇത് കേരള സർക്കാരിൻ്റെ ഏറ്റവും ഒരു എക്സ്പെക്റ്റഡ് പ്രോജക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടത്ത് കയറി ടിക്കറ്റ് എടുക്കുക. പാർക്കിങ്ങിൻ്റെ ടിക്കറ്റും ഈവൻ ബസ്സായാലും കാറായാലും എന്തായാലും നിങ്ങൾക്ക് ടിക്കറ്റ് ഇവിടെ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട്. ഇത് പെർ ഹെഡ് നമുക്ക് 50 രൂപയാണ് വരുന്നത്. ബസ്സിന് വേറെ സെപ്പറേറ്റ് റേറ്റാണ്, ടു വീലറിന് സെപ്പറേറ്റ് റേറ്റാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഈ സൈഡ് കൊടുത്ത റോഡിലാണ് നമ്മൾ നേരെ മുകളിലേക്ക് പോകുന്നത്. പാർക്കിംഗ് സ്പേസിൽ നമുക്ക് പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാം. അകത്തേക്ക് വണ്ടിയൊന്നും അവർ പെർമിറ്റഡ് അല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ആദ്യത്തെ ആനയാണ് ഇവിടുത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാവുന്ന ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇല്ലാത്തത് നമ്മൾക്ക് അറിയില്ല. ബാക്കി നമ്മൾ ഏജും കാര്യങ്ങളും നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോട്ടൂർ റീഹാബിലിറ്റേഷൻ സെൻറ്റർ തുടങ്ങിയത് 2006 ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ 2019 ആയപ്പോഴത്തേനും നമ്മുടെ കേരള ഗവൺമെൻറ് ഇതിന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് 105 കോടി രൂപ മുടക്കിയാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ പ്രോജക്റ്റ് അവർ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 50 ആനകളെയും 80ഓളം ആന പാപ്പാന്മാരെയും അവരുടെ ബാക്കി സ്റ്റാഫ് അക്കോമഡേഷൻ എല്ലാത്തിനുള്ള ക്വാർട്ടേഴ്സും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കുട്ടി ആനകൾക്കുള്ള ട്രെയിനിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ പോസ്റ്റ്മോർട്ടം ഹോസ്പിറ്റൽ, വെറ്റിനറി ഹോസ്പിറ്റൽ, അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ വരുന്ന ഒരു എലിഫൻറ്റ് സെൻറ്റർ തന്നെയായിരിക്കും. ട്രെയിനിങ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആയിരിക്കും നമ്മുടെ ഈ കോട്ടൂർ എന്ന് പറഞ്ഞത്. നല്ലൊരു അഡ്വാൻസ്ഡ് പ്രോജക്റ്റാണ്. കുരങ്ങൻ ചാടുന്നുണ്ടോ, ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. അപ്പം ഒരു ഫോറസ്റ്റിനകത്ത് തന്നെയാണ് ഇതിൻ്റെ അവരുടെ ആനകൾക്ക് ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന രീതി തന്നെയാണ് അവരിത് കൊണ്ടുപോയിരിക്കുന്നത്. അല്ലാതെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും അവർ ചെയ്തില്ല. ഇത് ഏകദേശം ഒരു 176 ഹെക്ടർ വനത്തിലാണ് നമ്മുടെ ഈ ഒരു എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. അവർ നാച്ചുറലായിട്ട് നല്ല പൊക്കത്തിനുള്ള രീതിയിലാണ് അവർക്ക് ഇട്ടിരിക്കുന്നത്. കമ്പി വേലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അടുത്ത് പോയി കാണാം. പക്ഷേ എന്നാൽ കുറേ അടുത്തൊന്നും പറ്റില്ല. കാരണം എലിഫൻ്റ് ആണ്, നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ ഒരു ക്യാരക്ടർ എങ്ങനെ ആകും എന്നൊന്നും നമുക്ക്
അടുപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് എന്തായാലും നമ്മുടെ ഗവൺമെൻറ്റിന് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു പ്രോജക്റ്റാണ്. ഇത് കംപ്ലീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഭിമാനകരമാകുന്ന ഒരു പ്രോജക്റ്റ് തന്നെയാണ്. ഇതിനകത്ത് എലിഫൻറ്റ് മ്യൂസിയം ആയാലും ഹോസ്പിറ്റൽസ് ആയാലും റിസർച്ച് സെൻറ്റർ ആയാലും കോട്ടേജസ് ആയാലും ആംഫി തിയേറ്റർ, അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഒരു വൺ പ്രോജക്റ്റ് തന്നെയാണ്. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ബാക്കി ഒരുവിധം കോംപ്ലക്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ബാക്കി ഫെസിലിറ്റീസും ഒരുപാട് ബിൽഡിങ്സും കൺസ്ട്രക്ഷൻ നമുക്ക് വഴിയെ കാണാം. ഇപ്പോൾ ഇതിനകത്തുള്ള ആനകളെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എഴുതി കാണിച്ച ഇത്രയും ആനകളാണ് 4 പേര്. പക്ഷേ നമ്മൾ ഫോട്ടോ എടുക്കാൻ ചിലപ്പം അത്രയും അങ്ങോട്ടൊരു സഹകരണമല്ല. അത് ഈ കാണുന്ന സാധനം കൊണ്ട് ഇതാണ് നമ്മൾ ആനയൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന ചങ്ങലയെന്ന് പറയും, നമ്മൾ ഇടച്ചങ്ങല എന്നൊക്കെ പറയുന്നില്ല, അതായി കിടക്കുന്ന സാധനം. നമ്മൾ അത്രയും കംഫർട്ടബിൾ അല്ല അവർ, കാരണം ഫുള്ളി ടൈംഡ് അല്ല അവർ, ഒരു സെമി ടൈംഡ് ആയതുകൊണ്ട് അത്രയും കംഫർട്ടബിൾ അല്ല നമ്മളായിട്ട്. അവരുടെ പേരാണ് ഈ മായ, മനു, മാളു, അരണ്യ. പിന്നെ ഏജ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോകുന്നവർക്ക് കാണാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രായം കൂടി ഒരു ആന തന്നെ ഇതിനകത്തുണ്ട്, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ബാക്കി ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ. ഓൾമോസ്റ്റ് നമുക്ക് ഇനി ഒരു 2 ആനയുടെ കാണാനുണ്ടെന്നാണ് തോന്നുന്നത്, ഇതിൻ്റെ താഴെയിട്ടുണ്ട്. അപ്പം അവർ ഒരു നാച്ചുറലായിട്ട് എങ്ങനെയാണോ കാട്ടിൽ നിൽക്കുന്ന ആ രീതി തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ വരുന്നവരാരും അവരെ അങ്ങനെ വളരെ ശല്യപ്പെടുത്താനൊന്നും അവരുടെ സ്റ്റാഫ് അങ്ങനെ അനുവദിക്കുന്നൊന്നുമില്ല. അവരും ആനയെ നല്ല രീതിയിൽ തന്നെയാണ് കെയർ ചെയ്യുന്നത്. നമുക്ക് ഒച്ചയുണ്ടാക്കി ബഹളം വെച്ച് അവരെ ഡിസ്റ്റർബ് ചെയ്യാനും അവർക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്ന രീതിയിലൊന്നും നമ്മൾ അനുവദിക്കില്ല. ഇത് അവരുടെ പവർ സ്റ്റേഷനാണ്. അത് ഫുൾ എൻറ്റയർ പ്രോജക്റ്റിന് വേണ്ടിയുള്ള സപ്ലൈ ഇവിടെ നിന്നാണ് അവരെടുക്കുന്നത്. ഇത് എനിക്കും ഇതായിരിക്കും ഒരു തിയേറ്റർ എന്ന് ഉദ്ദേശിച്ച ആംഫി തിയേറ്റർ ഇതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പോർട്സിൻ്റെ അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റേഡിയം ആയിരിക്കും അവർ ചെയ്തത്. ഇതായിരിക്കും അവരുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സും കാര്യങ്ങളും പണിഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോജക്റ്റ്. ഇതുവരെയായിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നവർ പുതിയ പുതിയ ബിൽഡിങ്സൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ആ കാണുന്നതെല്ലാം അവരുടെ പുതിയ പുതിയ ബിൽഡിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ബോർഡും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പം മെയിൻ ബ്ലോക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസുള്ള സൗകര്യമായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ട ബിൽഡിങ്സ് ആയിരിക്കും അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒന്നും ഫംഗ്ഷൻ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്തത് നമ്മുടെ ചീഫ് മിനിസ്റ്ററായ പിണറായി വിജയൻ സാറ് തന്നെയാണ്. പുള്ളിയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫേസിന് ഇനാഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ പോകുന്നത് ഇതിൻ്റെ ബോട്ടിംഗ് ഏരിയയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പെഡൽ ബോട്ടുണ്ട്, അല്ലാതെ 2 പേർക്കും 3 പേർക്കും 2 പേർക്കും 4 പേർക്കും പോകുന്ന പെഡൽ ബോട്ട്, കൊട്ടവഞ്ചിയുണ്ട്. അങ്ങനെ ഒരുപാട് നിങ്ങൾക്കൊരു റിക്രിയേഷൻ പോയിൻ്റ് എല്ലാം ഉണ്ട്. പിന്നെ ഫോറിനേഴ്സിനും നമ്മുടെ ലോക്കൽ ആൾക്കാർക്കും വേണ്ടി 2 പ്രൈസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മിക്ക എന്താ പറയുക ടൂറിസ്റ്റ് സ്പേസിലും അങ്ങനെ തന്നെയാണ്. 2 രീതിയിലുള്ള പ്രൈസും കാര്യങ്ങളും തന്നെയാണ് കൊടുക്കാറ്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നിങ്ങൾക്ക് ഫാമിലിയായിട്ട് വന്നാൽ ഒരു 1 ഡേ നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടും. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബോട്ടിങ്ങിൻ്റെ പ്രൈസും കാര്യങ്ങളും അത് ബാംബൂ റാഫ്റ്റിങ്ങിൻ്റെ ബോട്ടുണ്ട്, ബൗൾ ബോട്ടുണ്ട്, റോ ബോട്ടുണ്ട്, പെഡൽ ബോട്ടുണ്ട്, പിന്നെയും പെഡൽ ബോട്ടുണ്ട്. അപ്പോൾ ഈ കിടക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അങ്ങനെ പോകാനുള്ളതാണ്. ഇതായിരിക്കും നമ്മൾ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇത് നമ്മൾ സാധാരണ നമ്മൾ മറ്റ് വീഡിയോയിൽ വിദേശ രാജ്യങ്ങളെ കാണുമ്പോൾ നമ്മൾ അയ്യോ ഒന്ന് വണ്ടർ ചെയ്യുന്ന സാധനങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ട്. പക്ഷേ അതിലാരും പോയി എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ അത്യാവശ്യം ക്ലീനായിട്ട് അവരുടെ ലൊക്കേഷനൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചിട്ട് അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. വളരെ നീറ്റായിട്ട് തന്നെയാണ് അവർ സൂക്ഷിച്ചേക്കുന്നത്. പിന്നെ ഒരു ക്ലീൻ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കാനും ടെൻഷൻ അടിക്കാനും വേണ്ട, അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന ക്യാൻറ്റീൻ തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഫുഡും ടോയ്ലറ്റും പ്രശ്നമല്ല. പിന്നെ നിങ്ങൾക്ക് വെള്ളം അകത്തൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐസ്ക്രീംസ് ആയാലും ഫ്രണ്ടിൽ നിങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് എൻട്രൻസ് പ്ലാസയിൽ അവിടെ നിങ്ങൾക്ക് ഐസ്ക്രീംസൊക്കെ മേടിക്കാം. നല്ല ക്ലീൻ അറ്റ്മോസ്ഫിയറാണ്. അതല്ല നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ളതാണ്. അതിനുള്ള സ്പേസും കാര്യങ്ങളും അവിടെ ഉണ്ട്. പിന്നെ കൊണ്ടുപോകുന്നവർ ഈ പ്ലാസ്റ്റിക് ഒന്നും അവിടെ വാരിയിട്ടിട്ട് പോകരുത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ മമ്മിയും കുറച്ച് ഫാമിലി മെമ്പേഴ്സും അവർ ഓൾറെഡി ടൂർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഇടയ്ക്ക് വെച്ച് മീറ്റ് ചെയ്തു. ഇത് ഒരു എക്കോ ഷോപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാച്ചുറലായിട്ട് തേനോ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങാം. ഞങ്ങളിത് കയറി കാണുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കണ്ടു തീർന്നപ്പോഴത്തേനും അവരിതേ യാത്ര തുടങ്ങിയ ഒരു പൊന്മുടിക്കാണ് പോകുന്നത്. ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം.